മനുഷ്യക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം. ബിലാസ്പൂരിലെ NIA കോടതിയാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും സിസ്റ്റർ പ്രീതി മേരിക്കും ജാമ്യം അനുവദിച്ചത്. 50,000 രൂപ ബോണ്ട്, പാസ്പോർട്ട് കെട്ടിവെക്കണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത്. ജാമ്യം ലഭിച്ചതിൽ സന്തോഷമെന്ന് കന്യാസ്ത്രീകളുടെ കുടുംബങ്ങൾ പ്രതികരിച്ചു. രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരുടെയും ശ്രമഫലം കൊണ്ട് ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തി. ആശങ്ക നിറഞ്ഞായിരുന്നു ഈ മണിക്കൂർ വരെ. പിന്നെ ഇന്നലെ പ്രോസിക്യൂഷൻ കാര്യമായിട്ട് എതിർത്തില്ലെന്ന് കേട്ടപ്പോൾ തൊട്ട് ഒരു ചെറിയ നേരിയ ആശ്വാസം എനിക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും വളരെ സന്തോഷം. അത് ആദ്യമേ ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി ഞങ്ങളുടെ ഒപ്പം നിന്ന എല്ലാ ഭരണാധികാരികളോടും ഒപ്പം സഭാ നേതാക്കളോടും നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ MLA ഈ സംഭവം അറിഞ്ഞ അന്ന് മുതൽ ഞങ്ങളോടൊപ്പമുണ്ട്. ഈ നിമിഷം വരെ വിധി പറയുന്നവരെ ഞങ്ങളുടെ ഒപ്പം നിന്ന് MLA ഞങ്ങൾ പ്രത്യേകം നന്ദിയോടെ ഓർക്കണം. ഈ വിഷയം അറിഞ്ഞ അന്ന് മുതൽ ഇതൊരു പൊതുവായൊരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ വളരെ രീതിയിലുള്ള പ്രതിഷേധം പൊതുവിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇതിനെ ഒരു പൊതുവായ പ്രശ്നമായി കണ്ട് ഇതിന് എല്ലാവിധ സപ്പോർട്ടും തന്നെ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്ന എല്ലാവർക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയൊരു ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഇനി ഒരു കന്യാസ്ത്രീമാർക്കോ ഒരു പ്രേക്ഷിതർക്കും ഇനി ഉണ്ടാവരുത്. ഇനി കോടതി ഇടപെടൽ കൂടുതൽ നീണ്ടു പോകാതെ ഈ കേസ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി. കോടതി ഉത്തരവ്. ജയിലിലെത്തിയാൽ ഉടൻ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകും. ശ്രീനാഥ് ചന്ദ്രൻ, അജീഷ് ജയകുമാർ എന്നിവർ ഛത്തീസ്ഗഡിൽ നിന്നും തത്സമയം ചേരുന്നു. ആദ്യം ശ്രീനാഥിലേക്ക്. ശ്രീനാഥ്, കേരളം ഒന്നടങ്കം കാത്തിരുന്ന വിധിയാണ് ഇന്ന് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ നിരീക്ഷണങ്ങൾ കോടതി നടത്തി? ഇന്നത്തെ കോടതി നടപടിക്രമങ്ങൾ എന്തായിരുന്നു? അതിന്റെ വിശദാംശങ്ങൾ എന്ത്? ശ്രീനാഥ്. പ്രജിൻ, 10ാം ദിവസം അങ്ങനെ കന്യാസ്ത്രീമാർ ജയിലിന് പുറത്തേക്ക് വരികയാണ്. സിസ്റ്റർ പ്രീതി മേരി, ഒപ്പം തന്നെ വന്ദന ഫ്രാൻസിസ്. യാതൊരു തെളിവുകളും ഇല്ലാതെ വെറും ഊഹാപോഹത്തിൻ്റെ പുറത്ത് പോലീസ് എടുത്ത കേസ് എന്നതാണ് കന്യാസ്ത്രീമാർക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകർ കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞത്. ഏതാണ്ട് ആ വാദങ്ങളൊക്കെ തന്നെ കോടതി ശരിവെക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കോടതി ജാമ്യം നൽകുകയാണ്. അവരുടെ വാദങ്ങൾ ഒരു പരിധിവരെയൊക്കെ കോടതിക്ക് ബോധ്യപ്പെടുന്നുണ്ടാകാം. അല്പസമയം മുമ്പാണ് ബിലാസ്പൂരിലെ കോടതിയിൽ നിന്ന് NIA പ്രത്യേക കോടതിയിൽ നിന്ന് ഈ വിധി വരുന്നത്. സിറാജുദ്ദീൻ ഖുറേഷി എന്ന ജഡ്ജ് ഈ ഉത്തരവ് പുറത്തു വിടുന്നു. രണ്ടുപേർക്കും ജാമ്യം നൽകുന്നു. കടുത്ത വകുപ്പുകളൊന്നും തന്നെ, കടുത്ത കണ്ടീഷൻസ്, ഉപാധികളൊന്നും തന്നെയില്ല. 2 ആൾ ജാമ്യം, 50,000 രൂപയുടെ ബോണ്ട് എന്നിവയാണ്. ഒപ്പം തന്നെ പാസ്പോർട്ട് പോലീസിനെ ഏൽപ്പിക്കണം, ഇന്ത്യ വിടാൻ പാടില്ല. ബിലാസ്പൂരിൽ നിന്ന് പോകാൻ കഴിയുമെന്ന കാര്യത്തിലൊക്കെ കുറച്ച് വ്യക്തത വരേണ്ടതുണ്ട് എന്നതാണ് അവരുടെ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം അല്പസമയം മുമ്പ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നു. അതിൻ്റെ പകർപ്പ് പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ജാമ്യത്തിനുള്ള മറ്റു നടപടിക്രമങ്ങൾ, ഇവിടുത്തെ ഉപാധികൾ ഫർണിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 2 ആൾ ജാമ്യത്തിന് വേണ്ട 2 പേരെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അവർ ഇപ്പോൾ കോടതിക്കകത്ത് ആ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടത്തുന്നുണ്ട്. 50,000 രൂപയുടെ ബോണ്ട് കൂടി നൽകുന്നതിന് ശേഷം 2 മണിയോടെ ഇവിടെ നിന്ന് ഉത്തരവുമായി ബിലാസ്പൂരിൽ നിന്ന് ദുർഗിലെ സെൻട്രൽ ജയിലിലേക്ക് പോകാനാണ് ഇപ്പോഴത്തെ പദ്ധതി. അങ്ങനെയെങ്കിൽ ഒരു 4 മണിയോടെയെങ്കിലും ദുർഗിലെ സെൻട്രൽ ജയിലിലേക്ക് ഈ ഉത്തരവിൻ്റെ പകർപ്പ് എത്തിക്കാൻ വേണ്ടി കഴിയും. അത് ലഭിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 15 മിനിറ്റിനുള്ളിൽ തന്നെ കന്യാസ്ത്രീമാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും എന്നതാണ് ഇപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിട്ട് 6 മണിക്കുള്ളിൽ തന്നെ കന്യാസ്ത്രീമാർക്ക് 2 പേർക്കും പുറത്തേക്ക് വരാൻ വേണ്ടി കഴിയും. അങ്ങനെ ഈ ഒരു ആഴ്ചക്കാലത്തിലധികം നീണ്ടുനിന്ന ജയിൽവാസം അവർക്ക് അവസാനിപ്പിക്കുകയാണ്. നേരത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിക്കുന്നു. പിന്നീട് സെഷൻസ് കോടതിയിൽ ഈ കേസ് അവിടെ പരിഗണിക്കേണ്ടതല്ല, അത് NIA കോടതിയിലേക്ക് പോകേണ്ടതാണ്. കാരണം BNS 143 മനുഷ്യക്കടത്ത് പോലെ കടുത്ത ഒരു വകുപ്പ് ഉണ്ടാകുമ്പോൾ അത് NIA കോടതിയിലാണ് വരേണ്ടതെന്ന് പറയുന്നു. പിന്നീട് NIA കോടതിയിലേക്ക് എത്തുന്നു. ആദ്യഘട്ടത്തിൽ ജാമ്യത്തെ എതിർക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ജാമ്യത്തെ പ്രോസിക്യൂഷൻ എതിർത്തു. ജാമ്യം ഇപ്പോൾ നൽകാനാവില്ല, കേസ് അതിൻ്റെ പ്രാഥമികമായ ഘട്ടത്തിലാണ് എന്നൊരു വാദമാണ്. അതിനപ്പുറത്തേക്ക് കടുത്ത വാദങ്ങൾ അവർ ഉന്നയിച്ചില്ല എന്നത് സത്യമാണ്. അപ്പോൾ പോലും ജാമ്യം അനുവദിക്കരുത് എന്ന നിലപാട് തന്നെയാണ് ആ ഘട്ടത്തിൽ അവർ സ്വീകരിച്ചത്. അപ്പോൾ എന്ത് തെളിവാണ് ഉള്ളത് എന്ന ചോദ്യം കോടതി ഇന്നലെ ചോദിച്ചതാണ്. അപ്പോൾ ഈ കേസ് പ്രാഥമികമായ ഘട്ടത്തിലാണ് എന്നതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു തെളിവ് അവർക്ക് ഇത്രയും ദിവസമായിട്ടും ഹാജരാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. വെറും ഊഹാപോഹത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് ഈ കേസിലുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പോലും പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. പ്രോസിക്യൂഷനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള വിമർശനം ഉണ്ടോ എന്നുള്ള കാര്യം അറിയണമെങ്കിൽ നമുക്ക് ഈ കോടതിയുടെ പൂർണ്ണമായ ഉത്തരവ് ലഭിക്കേണ്ടതുണ്ട്, അതിൻ്റെ പകർപ്പ് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഓറലി കോടതി ഈ ഒരു ഉത്തരവ് പറയുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിമർശനം ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് കോടതിയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ
പകർപ്പിലുണ്ടാകും. പക്ഷേ ഇതൊരു ജാമ്യാപേക്ഷയാണ്. ഈ ഒരു കേസിൻ്റെ അന്തിമമായ വിചാരണ പൂർത്തിയായിട്ടുള്ള ഒരു വിടുതലല്ല. അങ്ങനെയെങ്കിൽ മാത്രമേ ഇത്രയും വലിയ ലാപ്സസ്, ഇത്രയും വലിയ വീഴ്ചകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ കടുത്ത വിമർശനങ്ങൾ പ്രോസിക്യൂഷൻ നേരെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. ഇതൊരു ജാമ്യാപേക്ഷ ആയതുകൊണ്ട് അത്തരം വിമർശനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത, ഇപ്പോൾ പകർപ്പ് കിട്ടിയാൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അപ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് സമീപകാലത്ത് ഇന്ത്യ കണ്ട വലിയ 2 കേസുകളിൽ NIA കോടതി അടക്കമുള്ളവർ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് പറഞ്ഞ സുപ്രധാനമായ നിരീക്ഷണം, ഏറ്റവും ഒടുവിൽ മുംബൈയിലെ NIA കോടതി മാലേഗാവ് കേസിലെ പ്രതികളെ വിട്ടുകൊണ്ട് പറഞ്ഞ സുപ്രധാനമായ നിരീക്ഷണം, ആ ഉത്തരവിൽ തന്നെ അത് കോടതി എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഊഹാപോഹങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഒരു പൊതുബോധത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ധാർമ്മിക പ്രശ്നങ്ങളുടെ പേരിലോ ഒന്നും തന്നെ കോടതിക്ക് ആരെയും ശിക്ഷിക്കാനും മറ്റും കഴിയില്ല. കോടതിക്ക് പ്രധാനം തെളിവുകൾ തന്നെയാണ്. ആ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ കേസിലും അവർക്ക് ജാമ്യം നൽകുന്നതിൽ നിർണായകമായി മാറുന്നത്. ഏതായാലും ഈ 2 കന്യാസ്ത്രീമാരും ഇന്ന് വൈകിട്ട് 6 മണിയോടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരളം ഒന്നടങ്കം അതിനുവേണ്ടി കാത്തിരിക്കുന്നു. യാതൊരു തെളിവുകളും ഇല്ലാതെ വെറും ഒരു ഊഹാപോഹത്തിൻ്റെ പുറത്തെടുത്ത ഒരു കേസിലാണ് ഈ തരത്തിൽ വിധി വരുന്നത്. മറ്റൊരു കാര്യം ഇതിൽ നിർണായകമായി മാറിയത്, ഇതിൽ ഇരകളാക്കപ്പെട്ടു എന്ന് ആരോപിക്കപ്പെട്ട പെൺകുട്ടികളുടെ മൊഴിയാണ്. ഇത്രയധികം സമ്മർദ്ദമുണ്ടായിട്ടും ഭീഷണി ഉണ്ടായിട്ടും ഇത്രയും ദിവസങ്ങൾക്ക് ശേഷവും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അവരെ ആരും നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോയതല്ല, അവർ തൊഴിൽ ആവശ്യത്തിന് വേണ്ടി പോകാൻ ഉദ്ദേശിച്ചതാണ്. അങ്ങനെയാണ് അവർ വീട്ടിൽ നിന്ന് എല്ലാവരുടെയും സമ്മതത്തോടെ ഇറങ്ങിയത് എന്ന് ഇത്രയധികം ഭീഷണികൾ കിട്ടിയതിന് ശേഷവും അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതുകൂടി ഈ കേസിൽ നിർണായകമായി മാറി. ഏതായാലും കഴിഞ്ഞ ദിവസം ബജ്രംഗ് ദളിൻ്റെയൊക്കെ അഭിഭാഷകർ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ജാമ്യ അപേക്ഷയെ എതിർത്തുകൊണ്ട് ശക്തമായ വാദങ്ങൾ ഉന്നയിക്കാൻ അവരെ കോടതിയിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നു. ഇന്ന് ഏതായാലും അത്തരം അഭിഭാഷകരെ കാണാൻ കഴിഞ്ഞില്ല. അല്പസമയം മുമ്പ് ഒരു അഭിഭാഷകൻ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് പറയാനും ഇല്ല. കോടതി ജാമ്യം അനുവദിച്ചു എന്നത് മാത്രം അദ്ദേഹവും ആവർത്തിക്കുന്നു എന്നത് മാത്രം. പ്രജിൻ.